ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് 2 വന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു പശു ഫാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം. ആകാശം ഗൈസ് എന്താണെന്നറിയില്ല, ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. അത് സോറി, എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഫുൾ അങ്ങനെയല്ല, ഒന്ന് ഉറങ്ങി നിശ്ചയപ്പോഴേക്കും മാറി ഫുള്ളൊന്ന് ഇരുട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊരു കൗ ഫാം ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള റിസോഴ്സ് ആദ്യം ഗ്യാദർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ ഷെയ്ഡർ എന്താ അങ്ങനെയൊന്നും എനിക്കറിയില്ല, കുറച്ച് ഡള്ളാണ് സോറി. അത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് ഇവിടുന്ന് ഒരു അയൺ എടുത്തിട്ട് ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. എൻ്റെ കയ്യിൽ കോളൊന്നുമില്ല, അപ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ടാക്കാം. നമ്മുടെ വുഡ് വെച്ചിട്ട് കുറച്ച് പ്ലാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ വയ്ക്കാം. പ്ലാങ്ക് പറഞ്ഞാൽ ഒടുക്കത്തെ ലാഭമാണ്. നമ്മുടെ കയ്യിൽ കോളും കാര്യങ്ങളും എല്ലാം വയ്ക്കുക. പ്ലാങ്ക് എടുത്തിട്ട് ഉരുക്കിയാൽ പെട്ടെന്നാവും. ഇനി നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഒരു പുതിയൊരു ആക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടി തുടങ്ങാം. ഇവിടെ കുറച്ച് മരം അല്ലെങ്കിൽ നട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് വെട്ടാം. ബാക്കിയുള്ള പരിപാടി പിന്നെ പോവാം. ഇതിൻ്റെ വൈബ്രൻ്റ് വിഷ്വൽസ് ഇല്ല, അത് നേരെയായി. നേരത്തെ ഡള്ളായിരുന്നില്ലേ, ഇപ്പോൾ ആ വൈബ്രൻ്റ് വിഷ്വൽസ് നേരെയായിട്ടുണ്ട്. ഇനി പുതിയൊരു ഷവലുണ്ടാക്കിയിട്ട് നമുക്ക് അവിടുത്തെ ലാൻഡ് ഒന്ന് ക്ലിയർ ആക്കണം. ആ ലാൻഡ് കച്ചറ ചവറ് മാതിരിയാണ് കിടക്കുന്നത്. നമുക്ക് ഇതൊന്ന് കുറച്ച് ക്ലിയർ ആക്കാം ഇവിടുന്ന്. പിന്നെ കുറച്ച് ലാഗ് ഉണ്ട്, അത് ക്ഷമിക്കണം, ലാഗ് ഉണ്ടാവണതാണ്. ഓക്കെ, ഈ ലാൻഡ് നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കുറച്ച് വുഡ് മൈനിങ് ചെയ്തിട്ട് 54 വുഡ് കിട്ടി. ഇനി ഇവിടുന്ന് നമ്മുടെ പശു, കോഴി, മറ്റേ പല പല ഫാമും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഇത് നമുക്ക് ഒരു 4 വുഡ് വെച്ചിട്ട് ഒന്ന് പില്ലർ ചെയ്ത് വയ്ക്കാം ഗൈസ്. 4 വെച്ച് പില്ലർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കാം ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. മാത്രമല്ല ഇടയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കാർപ്പറ്റ് വെച്ചു. അതാകുമ്പോൾ സിമ്പിളായിട്ട് കയറാം. സ്റ്റോണിൻ്റെ ആവശ്യം കേസ് എപ്പോഴും എനിക്ക് ലാക്ക് ഉണ്ടാവുന്നത് സ്റ്റോണിൻ്റെയാണ്. അത് സ്റ്റോണ് എപ്പോഴും കേസ് തീരും. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റോൺ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇനി നമുക്ക് കിട്ടിയ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്റ്റോണിൻ്റെ ഇതുണ്ടാക്കിയിരുന്നു, സ്റ്റെയർ ഉണ്ടാക്കി കുറച്ച്. അത് വെച്ചിട്ട് ഏതാണ്ട് ഈ രൂപത്തിലാക്കി. സ്റ്റോൺ തികഞ്ഞില്ല, ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ ആയിട്ടാണ് പോയത്. സ്റ്റോൺ എടുക്കാൻ വേണ്ടി കുറച്ച് മൈനിങ്ങിന് പോയി. പിന്നെ നമ്മുടെ കയ്യിൽ 56 വുഡൻ പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ച് തികയുമെന്നറിയില്ല, തികയണ വരെ നമുക്ക് വയ്ക്കാം ഗൈസ്. ഞാൻ ഫൈനലി ഉള്ള സ്റ്റെയർ ഫുള്ള് തികഞ്ഞു. സ്റ്റോണ് മാതിരി തന്നെ ഇതും തികഞ്ഞില്ല. ഫസ്റ്റ് കൊണ്ടുവന്ന 56 തികഞ്ഞില്ല. ഇവിടെ നിന്നുള്ള മരം ഫുള്ള് വെട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ മരം വെട്ടി വീണ്ടും റീപ്ലാന്റ് ചെയ്ത് വെച്ചു, കാരണം അവിടെ കുറേ മരം ഉണ്ട്, പിന്നെ യൂസ് ആവും ഗൈസ്. ഞാൻ കുറച്ച് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഷെയ്ഡർ ഉണക്കി കാണിക്കുകയാണ്. നേരത്തെ അത്ര ഇതുണ്ടായിരുന്നില്ല, കൊള്ളിലായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റണത്ര ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പൂ വയ്ക്കാൻ മറന്നു, അവിടെ ഒരു പൂ വയ്ക്കാം. ഇനി വേറെ പരിപാടിയൊക്കെ ഇല്ല. ഇവിടുന്ന് ഇനി ഒരു കൗവ്, ഷീപ്പ്, കോഴി നമുക്ക് ഈ 3 പെന്നിലായിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഉണ്ടല്ലേ, ഞാൻ കുറച്ച് ലീഫ് മുകളിൽ കൂടെ വെച്ചിട്ടുണ്ട്. അതായത് കുറച്ചൊരു ലൈഫ് മാതിരി ഒന്ന് തോന്നിപ്പിക്കും. ഇവിടെ കുറച്ച് കാറ്റും മഴയൊക്കെയാണ്, ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകും, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ മുകളിൽ വെച്ച ലീവ്സിൻ്റെ ഇടയിൽ കുറച്ച് ഇതൊക്കെ വെച്ച് ആൻറ്റസൈറ്റൊക്കെ വെച്ചു, അങ്ങനെയെങ്കിലും ഭംഗി ഉണ്ടാവും വരുത്താൻ. അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു, ഭംഗിയുള്ള രീതിക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ പുതിയത് വന്ന പച്ച ബൾബില്ലേ, കോപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബൾബ്, അതിവിടെ വെച്ചിരുന്നു. ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മിക്കതും ലീവ്സ് തന്നെയാണ്, അത് ഞാൻ ബാർഗെയിൻ ചെയ്യാം. ബാക്കിയെല്ലാതും അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൽ 2 ബിൽഡൊക്കെ അവിടെ ഇവിടെയും. നമുക്ക് 8 അയൺ കിട്ടിയിരുന്നു, അത് വെച്ചിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ മനസ്സിലാവും എന്താ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന്. നമുക്ക് ഒരു ഫാം ഉണ്ടാക്കണം, ഫാമിൻ്റെ ഏരിയയാണ്. പിന്നെ ഈ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കുറച്ച് വരുന്നില്ല, അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം എടുക്കട്ടെ, ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ്. ഇവിടെ കുറച്ച് മത്തന്
കുഴിച്ചിട്ടുണ്ട് എടുക്കാം. ഗൈസ് നമ്മൾ ഓവറോളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഫാം. അധികം പണിയെടുക്കാനൊന്നുമില്ല, എന്നാൽ അധികം അങ്ങനെ ആക്കാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫാം ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് കുറച്ചുകൂടി മരമൊക്കെ എടുക്കാനായിട്ട് പോകണം. അതൊക്കെ ഇനി എടുക്കാനായിട്ട് പോവാം. ഗൈസ് ഈ പശു ഇങ്ങനെ 1 ഹിറ്റിൽ ചത്തുമെന്ന് എനിക്കറിയില്ല. അയൺ സോഡ് വെച്ചിട്ട് 1 ഹിറ്റിൽ ചാവണ്ടല്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴെങ്കിലും ഒരു ഹിറ്റ് കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ നടക്കില്ല. ഗൈസ് ഇനി കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് വരാം. സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഓരോന്നിൻ്റെയും മുകളിൽ ഓരോ സ്ലാബ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കാം. ഗൈസ് 12 സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തികയുന്ന തോന്നുന്നു. എല്ലാത്തിൻ്റെയും മുകളിൽ ഓരോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഡിസൈനിൽ. അതിൻ്റെ തലയിൽ പറ്റിയ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഒരു ബ്ലോക്കിൽ നിന്ന് ചാടുമ്പോൾ മറ്റേ ടിൽറ്റ് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, കയറുമ്പോൾ കുഴപ്പമില്ല, ചാടുമ്പോൾ ടിൽറ്റ് ചെയ്ത ഭാഗങ്ങൾ പഴയതുമാതിരി ആവുന്നുണ്ട്. അതിന് എന്തെങ്കിലും കണ്ടുപിടിക്കണം. ബൈ ദ വേ ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോപ്പറിൻ്റെ കുറേ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാക്കണം. മാത്രമല്ല കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഗെയ്സ് നമ്മൾ ഈ ദിവസത്ത് കളിച്ചിട്ട് 20 ദിവസമായി ഗെയ്സ്. റെക്കോർഡ് തന്നെയാണ് 20 ദിവസമായി എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഒരു മെയിൻ പരിപാടിയാണ് ഷെയർ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാണ്. കുറേ അവിടുത്തെ മരങ്ങൾ വെട്ടണം, ആ മരങ്ങളുടെ മുടി വെട്ടണം. മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ, അതിൻ്റെ മുകളിൽ വെട്ടണം എന്നാണ്. ഇവിടെ ബേബി സോംബി ഉണ്ടല്ലോ, കുരുപ്പിരുന്ന് കളിക്കുകയാണ്. നമ്മൾ ആരാന്ന് അറിയില്ല ഗേസ്. എത്ര സീരിയസ് ചത്തിട്ടുള്ള ഗേസ്. ഇവിടെ കുറേ മരങ്ങൾ ഞാൻ വെട്ടും ചെയ്തു, കുറേ ലീഫ് എടുക്കുകയും ചെയ്തു. നമ്മുടെ ഇവിടെ ഫുള്ള് ഇതൊക്കെ കവർ ചെയ്തു. മാത്രമല്ല അത് ഫുള്ള് റീപ്ലാന്റ് ചെയ്തു. നമുക്ക് 9 ഇതൊക്കെ കിട്ടി ഗേസ്. 2 സ്റ്റാക്ക് 11 വുഡും പിന്നെ കുറേ ആപ്പിളും കിട്ടി. 9 ആപ്പിളൊക്കെ കിട്ടി. എന്തായാലും ഒരു അടിപൊളി ഫൈൻഡ് ആയിരുന്നു. ഇനി അടുത്ത കാലത്തിന് വുഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെറിയ രീതിക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം. കുറേ നേരമായി പറയുന്നു. വലിയ രീതിക്കുള്ള ഡെക്കറേഷനൊന്നും അല്ലെങ്കിലും ചെറിയ രീതിക്കാണെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാം. നമുക്ക് ഓൾറെഡി കുറച്ച് സീഡ്സ് നമ്മുടെ പെട്ടീൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യാം. വളരുന്തോടും വീണ്ടും നമുക്ക് കവർ ചെയ്യാമല്ലോ. തൽക്കാലത്തിന് നമുക്ക് അത്രേ ഉള്ളൂ, അത് മതി. പിന്നെ ഈ കോപ്പർ ബൾബ് ഉണ്ടല്ലോ, ഓക്സിഡൈസ് ആവുന്നുണ്ട്. പക്ഷേ ഈ ഓക്സിഡൈസ് ആയ അതിൻ്റെ പവറില്ലേ, മിന്നണ പവർ കുറയില്ല എന്നാണ് തോന്നുന്നത്. എല്ലാത്തിൻ്റെയും മുകളിൽ കോപ്പറിൻ്റെ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. കോപ്പർ ടോർച്ച് ഓക്സിഡൈസ് ആവില്ല, അതുകൊണ്ട് കോപ്പർ ടോർച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും മുകളിൽ. ഓക്സിഡൈസ് ആയാൽ അത് കുറയൊന്നുമില്ല. നമ്മൾ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല. അയ്യോ എന്ത് മണ്ടത്തരാണ്. അയ്യോ നമുക്കൊരു കാര്യം, ഒരു ഹെൽത്തായി ഗൈസ്. എല്ലാത്തിനെയും കൊന്നിട്ടൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ ചാവും. ഒരു അടി മാത്രമേ തേനീച്ചയ്ക്ക് തരാൻ പറ്റുള്ളൂ. എനിക്ക് പോയിസൺ അടിച്ചു, ഒരു ഹെൽത്ത് ഗൈസ്. വേണമെങ്കിൽ ഹാർഡ് കോർ സീരീസ് ഇപ്പോൾ തന്നെ നിർത്താം, പക്ഷെ ഞാൻ നിർത്തില്ല ഗൈസ്. കഴിഞ്ഞ സീരീസ് തന്നെ ഞാൻ പ്രതീക്ഷിച്ച അത്ര പോയില്ല. ഒരു വൃത്തികെട്ട ഭണ്ഡാരമായ ക്രീപ്പർ വന്നിട്ട് ഗൈസുള്ള പ്ലാനൊക്കെ നശിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്കെൽട്ടനെ കൊണ്ടുള്ള ബോൺ മീലുണ്ട്, അത് വെച്ചിട്ട് കുറച്ച് വീറ്റും ഇവിടുന്ന് ഒരു സീഡ് കൊടുക്കാം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആനിമൽ പെന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഷീപ്പ്, പശു, കോഴി പ്രദേശത്തൊന്നും ഞാൻ കണ്ടിട്ടും കൂടിയില്ല. ഈ സീരീസ് തുടങ്ങിയിട്ട് ഒരു കോഴീനായിട്ട് ഞാൻ കണ്ടുള്ളൂ. ഹലോ മിസ്റ്റർ, അത് കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. അത് നമ്മുടെ ക്ഷണിക്കാത്ത അതിഥിയാണ്. അതിന് അതേമാതിരി തന്നെ നമ്മൾ സ്വർഗത്തേക്ക് വിട്ടിട്ടുണ്ട്. സ്വർഗത്തേക്ക് പോകുമെന്നറിയില്ല. ബൈ ദ വേ 2 പശു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അത്രയും നടക്കണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. ഒരെണ്ണത്തിന് അറിയാണ്ടൊന്ന് ആക്കിയതേ ഉള്ളൂ. അവൻ പിന്നെ നമ്മുടെ പിന്നാലെ വരാൻ കേട്ട പാട്. അമ്മേ, ഇവന്മാർക്ക് ഇത്ര ചാടേനോ ഗൈസ്. അവസാനം ഗൈസ് നമ്മളെങ്ങനെയോ തട്ടിക്കൂട്ടി വീട്ടിലാക്കിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും. ഗൈസ് എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഒരു കുട്ടീനെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും അവിടെ കിടക്കട്ടെ. ഇനി ബബ്ബ കോഴീനെ തരാൻ പോവുക. കോഴി മിക്കവാറും കിട്ടില്ല, ഞാൻ കുറേ തിരഞ്ഞു ഗൈസ്. ഞാൻ കോഴി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ കോഴിയായി അഭിനയിക്കണതാണോ അതോ കോഴി കിട്ടാത്തതാണോ അതോ ഈ ലോകത്ത് കോഴി ഇല്ലാത്തതാണോ ഒന്നൊരു പിടുത്തം കിട്ടില്ല. ഈ അടുത്തൊരു 2-3 കിലോമീറ്റർ ഞാൻ ഫുള്ള് തപ്പി, ഒരു കോഴീനെ പോലും കിട്ടിയില്ല. എൻ്റെ ഭാഗ്യത്തിൻ്റെ ലെവലാണ് നിങ്ങൾ കാണുന്നത്. ബൈ ദ വേ ഈ എപ്പിസോഡിൽ കോഴീനെ കിട്ടുന്ന എനിക്കൊരു തീരെ പ്രതീക്ഷയില്ല.
അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ നിർത്താൻ തോന്നുന്നു. പ്ലീസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഹോപ്പ് യു ആൾ ഗൈസ് എൻജോയ്. എല്ലാവരും ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഗൈസ് നമുക്ക് അടുത്ത തേർഡ് എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.